എൻ്റെ വണ്ടറിൻ്റെ മുകളിലുണ്ടാകുന്ന 2 ക്രോസ് ബാർ എന്ന് പറയാൻ പറ്റില്ല ഇതായിട്ട്. അത് ഫിറ്റ് ചെയ്തിട്ട് ഒരു റൗണ്ട് ഓടിക്കും ഈ ഒരു കണ്ടെയ്നർ റൂട്ടിലൂടെ. അത് കഴിഞ്ഞിട്ട് അത് ഊരിയിട്ട് അതേ റൂട്ടിൽ ഒന്നുകൂടി ഒരു റൗണ്ട് ഓടിക്കും. അപ്പോൾ കാണിക്കുന്ന ഫ്യൂൽ എഫിഷ്യൻസി അത് നിങ്ങളെ ഞെട്ടിക്കുമെന്ന് ഉറപ്പാണ്. അപ്പോൾ 0 സെറ്റ് ചെയ്തിട്ടുണ്ട്. തിരിച്ച് ഇവിടെ വന്നിട്ടുള്ള ആ ഒരു എഫിഷ്യൻസിയെ കാണിക്കുന്നത്. ഇത് വാങ്ങിയപ്പോൾ നമുക്ക് ലുക്കാണ് ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം കാണിച്ച കാര്യം എന്ന് പറയുന്നത് ഇതിനകത്ത് വലിയ വീൽ ഇടുക എന്നുള്ളതായിരുന്നു. അത് ഈ വണ്ടിയുടെ ഒരു പവറിനെ കൊന്നു, പെർഫോമൻസിനെ കൊന്നു. തിരിച്ച് ഞാൻ വീല് മാറ്റിയിട്ട് സാധാ വീലാക്കി. ഓക്കെ, അതേപോലെ തന്നെ രണ്ടാമത് കാണിച്ച മണ്ടത്തിലാണ് റൂഫ് റെയിൽ വെക്കുക എന്നുള്ളത്. റൂഫ് റെയിൽ എന്നല്ല പറയാം, ക്രോസ് ബാർ വെക്കുക എന്നുള്ളത്. ഓക്കെ, ചില ആളുകൾ അതിനകത്ത് കാരിയർ വെച്ചിട്ടുണ്ട്, ചില ആളുകൾ അതിനകത്ത് ടെൻറ്റ് വെക്കാനുള്ള സെറ്റപ്പ്സ് വെച്ചിട്ടുണ്ട്. മുകളിൽ ആ ഒരു എന്തായാലും പറയാം തുള്ളിയുടെ ബോക്സില്ലേ, ആ ബോക്സ് വെച്ചിട്ടുണ്ട്. ഓക്കെ, അതിലൊന്നും നമ്മൾ ഒഫൻസീവായിട്ട് പറഞ്ഞില്ല. നമുക്ക് എന്തെങ്കിലും ഒരു സൈക്കിൾ കാരിയർ വെക്കാനാണ് ഇത് ആവശ്യമെങ്കിൽ ആ സമയത്ത് ഫിറ്റ് ചെയ്യാം. നിങ്ങൾ കണ്ടു കാണും, വെറും 1.5 മിനിറ്റ് 2 മിനിറ്റ് കൊണ്ട് നമുക്ക് ഫിറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഊരാനും പറ്റുന്നുണ്ട് കേട്ടോ. 12.8 km/ലിറ്ററാണ്, 14.4 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഞാനിതാ ഇതൊന്നുകൂടി റീസെറ്റ് ചെയ്യാണ്. ഇനി നമുക്ക് റൂഫ് റാക്ക് ഊരാം. നേരത്തെ ഓടിച്ച പോലെ തന്നെ വ്യത്യാസമൊന്നുമില്ല. അതേപോലെ തന്നെ ഞാൻ ആ ഒരു സ്പീഡ് എടുത്ത് കീപ്പ് ചെയ്ത് അങ്ങ് ഓടിക്കുകയാണ്. തിരിച്ചു വരുമ്പോൾ ഇവിടെ എത്തുമ്പോൾ എത്ര ഫ്യൂൽ എഫിഷ്യൻസി ഉണ്ടെന്ന് നോക്കണം, അത്രേ ഉള്ളൂ കാര്യം. സൗണ്ട് നമുക്ക് വ്യത്യാസം മനസ്സിലാവും. ഇപ്പോൾ നിങ്ങൾക്ക് മൈക്ക് ആ ഒരു ഞാൻ കുത്തിയിട്ടല്ലേ വർത്താനം പറയണം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവും ഞാൻ റൂഫ് റെയിൽ ഇട്ട് വർത്താനം പറയുന്നതും റൂഫ് റെയിൽ ഇല്ലാണ്ട് വർത്താനം പറയുന്നതും നമ്മളുടെ വ്യത്യാസം. വളരെ ചെറിയ മൈന്യൂട്ട് ഡ്രാഗ് ആണെങ്കിലും അത് ഇങ്ങനത്തെ റോഡുകളിൽ വിസിബിൾ ആണ്, നമുക്ക് അറിയാൻ പറ്റുന്നുണ്ടെന്നുള്ളതാണ്. ഇതുകൊണ്ട് ഹൈവേ പോകാൻ പ്ലാനേ ഇല്ലെങ്കിൽ ഇതൊന്നൊരു വിഷയമല്ല കേട്ടോ. കാരണം നിങ്ങൾക്ക് 40 കിലോമീറ്റർ വരെ ഒന്നും വലിയ കാര്യമായിട്ട് ഡ്രാഗൊന്നും വരില്ല. ഒരു 5% ഒക്കെ വന്നാലായി. 10 കിലോമീറ്ററിൽ 10% 1 കിലോമീറ്റർ പോയപ്പോൾ 9 ആയി. ഇത് പ്രത്യേകിച്ച് എഫിഷ്യൻ്റ് അല്ലാത്തൊരു വണ്ടിയാണ്. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ ഈ സംഗതി കൂടി വെക്കേണ്ട കാര്യമില്ലല്ലോ. ആ PP എന്നുള്ള മെസ്സേജാണ് നിങ്ങൾക്കുള്ള ക്ലൂ കേട്ടോ. അതായത് വണ്ടി പോകുന്ന 80ൻ്റെ പുറത്താണെന്നുള്ള ക്ലൂ എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു 1 കിലോമീറ്റർ ആണെങ്കിൽ പോലും നമ്മളിനകത്ത് ഇത് സക്സസ് ആണ് ഈ പരിപാടി. 13.9 to 12.4 ഓക്കെ, ആ വ്യത്യാസം മനസ്സിലല്ലേ? 1 കിലോമീറ്ററിൻ്റെ പുറത്താണ് ഇതിൻ്റെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് മൈലേജിന് വേണ്ടി ഓടിച്ചാൽ വീണ്ടും മാറും. അപ്പോൾ ഞാൻ തീരുമാനിച്ചത് വിത്തൗട്ട് റൂഫ് റെയിൽ ഓടിക്കാനുള്ളതാണ്. നിങ്ങളാണെങ്കിൽ എന്ത് തീരുമാനിക്കും?